നീ എന്തൊന്നും മിണ്ടാത്തേ? ആമിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങളത് കഴിഞ്ഞിട്ട് പറയാന്ന് കരുതി. പവി പറഞ്ഞത് കേട്ട് ആബിയും ആമിയും പരസ്പരം നോക്കി. നിങ്ങളുടെ ക്രിസ്റ്റിച്ചൈൻ, അതായത് എൻ്റെ ഏട്ടായി, എൻ്റെ സഹോദരനാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും എൻ്റെ സ്വന്തം ഏട്ടൻ. ഒറ്റ മോളായിരുന്നു എനിക്ക് കിട്ടിയ 2 നിധികളാണ് എൻ്റെ ഏട്ടന്മാർ. അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന തോമസ് അങ്ങളുടെ മകനും പിന്നെ കൃഷ്ണച്ചൻ്റെ മോനും. ഏട്ടായി എനിക്ക് നല്ല സഹോദരനായിരുന്നു, നല്ല ഫ്രണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ, അവളെന്തോ പറയാൻ മടിച്ചു. ആമിയും അവളെ പിടിച്ച് സീറ്റിലിരുത്തി. ഏട്ടൻ എന്നെ കണ്ടത് പെങ്ങളെ പോലെയാണ്. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും തോന്നിപ്പോയൊരു ഇഷ്ടമുണ്ട് മനസ്സിൽ. തുറന്ന് പറയാനാവാതെ ഉള്ളിൽ ഒതുക്കി കഴിയേണ്ടി വരിക. ഏട്ടൻ്റെ കയറ് കാണുമ്പോൾ എല്ലാം ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞാൻ. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഏട്ടൻ മാറി. ലൈഫിൽ സഹിക്കാൻ പറ്റാത്ത പലതും നടക്കുമ്പോൾ ആരായാലും മാറിപ്പോവും. അങ്ങനെ എൻ്റെ ഏട്ടനും മാറി, എന്നിൽ നിന്ന് അകന്നു. ഇപ്പോൾ കണ്ടെന്ന് ചിരിക്കുക പോലുമില്ല. എന്നെങ്കിലും ആ സ്നേഹം എന്നെ തേടി വന്നതോർത്ത് ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. വരുമായിരിക്കല്ലേ? നിറഞ്ഞ കണ്ണുകളോടെ പവി അവരെ നോക്കി ചോദിച്ചു. ആബിക്കും മിലിക്കും എന്തോ അവളുടെ കണ്ണു നിറയൊന്നും കണ്ടപ്പോൾ സഹിച്ചില്ല. ആബി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആമി അവളെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ മിണ്ടാപൂച്ച ആർക്കാ ഇഷ്ടാവാതിരിക്കുക? നീ ചുന്ദരിയല്ലേ? ആമി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പവി ഏത് കേട്ട് നാണത്താൽ തലതാഴ്ത്തി. ഏട്ടായിക്ക് മില ഇഷ്ടമാണെന്ന് എനിക്ക് ആദ്യം അറിയാമായിരുന്നു. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവളെ കണ്ട അന്ന് തന്നെ ഞങ്ങൾ തമ്മിൽ അറിയുന്ന കാര്യം നിങ്ങളോട് പറയട്ടെ എന്ന് ചോദിച്ചതാണ്. പക്ഷെ ഏട്ടായി തന്നെയാണ് പറഞ്ഞത് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന്. പിന്നെ എന്തോ ജോലി തിരക്കായി ഏട്ടായിയെ കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ. അത് അവൾക്കിങ്ങനെ ഫീൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. പവിയുടെ സങ്കടം കണ്ടപ്പോൾ ഒന്നും പറയണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി അവർക്ക്. സാരില്ല, അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവള് നമ്മുടെ മിലിയല്ലേ. ആബി പവിയെ സമാധാനിപ്പിക്കുന്നവണ്ണം പറഞ്ഞു. പിന്നെ എന്തോ അവർക്ക് 3 പേർക്കും ക്ലാസ്സിലിരിക്കാൻ തോന്നില്ല. 3 പേരും ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങി. മിലിയെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത കണ്ട് പവിക്ക് വീണ്ടും സങ്കടമാവാൻ തുടങ്ങി. എല്ലാം സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവർ രണ്ടും പവിയെ പറഞ്ഞയച്ചു. അവർ വീട്ടിലേക്ക് പോയി. തലവേദനയാണെന്ന് പറഞ്ഞ് മിലി വീട്ടിലെത്തിയതും മുറിയിലേക്ക് കയറി. ഒന്ന് കുളിക്കാൻ പോലും മുതിരാതെ അവൾ കട്ടിലേക്ക് വീണു. അതുവരെ അടക്കി നിർത്തിയ കണ്ണീർ അവളുടെ അനുവാദത്തിനോ സമ്മതത്തിനോ കാത്തു നിൽക്കാതെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണടച്ചാലും തുറന്നാലും പരസ്പരം പുണർന്നു നിൽക്കുന്ന ക്രിസ്റ്റിയും പവിയുമാണ് കാണുന്നത്. ഫോൺ ശബ്ദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചില്ല. ഒരുപാട് നേരത്തെ കരച്ചിലിനൊടുവിൽ ഒന്ന് ശമനം വന്നപ്പോൾ മിലി എഴുന്നേറ്റിരുന്നു. ഗാലറിയിൽ ഒളിപ്പിച്ചു വെച്ച ക്രിസ്റ്റിയുടെ ഫോട്ടോ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഏതൊരു ദിവസം ആൽബിയുടെ ഫോണിൽ കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ് ആ ഫോട്ടോ. ക്രിസ്റ്റിയിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അവൻ്റെ മീശ വിരിച്ചുകൊണ്ടുള്ള കള്ളച്ചിരിയോടുള്ള നോട്ടം. അന്ന് അതുപോലെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആൽബി അറിയാതെ അവളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്തത് അവൾ ഓർത്തു. എന്തിനെന്നോട് അടുത്തത്, എന്തിനെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നെ അറിയിക്കണ്ടായിരുന്നു. ഉള്ളിലെ ഇഷ്ടം ഞാൻ അറിയാതെ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് കരയേണ്ടി വരുമായിരുന്നു. എൻ്റെ മനസ്സിലെ പൊട്ട ചിന്തയായി വായിച്ചു കളയായിരുന്നില്ല ഞാൻ. പവി പാവല്ലേ, അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ സ്വീകരിച്ചോ, എനിക്ക് വിഷയമൊന്നുമില്ല. പവി ഹാപ്പി ആവുമല്ലോ, അത് മതി. നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ സ്നേഹിച്ചിരിക്കണല്ലേ. കൂട്ടുകാരി സ്നേഹിക്കുന്ന തട്ടിയെടുക്കാനൊന്നും മിലിയെ കൊണ്ട് പറ്റില്ല. ഞാൻ ചെയ്യില്ലത്. ഈ ചാനൽ എനിക്ക് ചെല്ലട്ടോ. ഞാൻ മിലിയാണ്, മിലി മാത്രം, അത് മതി. ക്രിസ്റ്റിയുടെ ഫോട്ടിൽ വിരലുകൾ കൊണ്ട് തഴുകി അവൾ പറഞ്ഞു. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടേയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചു. പരിചയമില്ലാത്ത നമ്പറായതിൽ അവൾ ഫോൺ എടുത്തില്ല. വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ അവൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. ഉള്ളിലെ സങ്കടം ശബ്ദത്തിലൂടെ പുറത്തു വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. മറുഭാഗത്ത് നിന്ന് ഒന്നും സംസാരിക്കുന്ന കേൾക്കാനായിട്ട് വീണ്ടും വിളിച്ചെങ്കിലും പിന്നെയും ഒന്നും പറഞ്ഞില്ല. മിലി ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ലിനിക്കോ ചെയ്യുന്ന അവളുടെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞു. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. വീണ്ടും അവന്റെ ശബ്ദം ചെവിയിൽ പതിഞ്ഞപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് വീണു. രാത്രി ആൽബി മിലിയുടെ മുറിയിലേക്ക് വന്നു നോക്കുമ്പോൾ ബുക്ക് തുറന്നു വെച്ച് മറ്റെന്തോ ചിന്തയിലാണ് മിലി. ആൽബി അവളെ തോളിൽ പിടിച്ചു. എന്തു പറ്റി? ഇന്നെന്താ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞ്? അമ്മ പറഞ്ഞല്ലോ തലവേദനയാണെന്ന്. ആൽബി അവളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയെന്നു. എന്തു പറ്റി വാവേ? എന്നതിന് സങ്കടം ഉണ്ടെങ്കിൽ ചാച്ചനോട് പറ. ഒന്നുമില്ല ചാച്ച, ചുമ്മാ തോന്നുന്നതാ. ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ മുതലുണ്ട് തലവേദന. മിലി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
മിലി അവനെ കട്ടിലിരുത്തി അവന്റെ മടിയിൽ തലവെച്ച് കിടന്നു. അവളുടെ സങ്കടങ്ങൾ മാറാൻ അവന്റെ തലോടിൽ മാത്രം മതിയായിരുന്നു. അവൾ അവന്റെ വയറിലൂടെ വട്ടം ചുറ്റിക്കിടന്നു. ഏതൊരു നേരത്ത് അവൾ ഉറക്കത്തിലേക്ക് വീണു. ആമിക്ക് മിലിയുടെ കാര്യമോർത്ത് സങ്കടമുണ്ട്. ആദ്യോടൊന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. സമയം 12 കഴിഞ്ഞു. ആദ്യ വന്നില്ല. ചുറ്റിലുള്ള വീടുകളെല്ലാം വെളിച്ചമണിഞ്ഞു. ഉമ്മറത്തിരിക്കാൻ ഭയമായിരുന്നതിൽ അവൾ അകത്തേക്ക് കയറി. ആട്ടുകട്ടിൽ അവൾ സ്ഥാനം ഉറപ്പിച്ചു. കണ്ണുകൾ പതിയെ അടയാൻ തുടങ്ങി. കോളിമെല്ലാം അടിക്കുന്ന കേട്ട് ആമി കണ്ണു തുറന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആദിയാണെന്ന് കണ്ടതും അവൾ വേഗം വാതിൽ തുറന്നു. എന്തോന്ന് ആദിയേട്ടാ, ഇത്ര നേരം വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ലെങ്കിൽ വേണ്ട, വിളിച്ചാൽ ആ ഫോണൊന്ന് എടുത്തൂടെ? ആമി അവന്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചെന്നു. ആദ്യം ഒന്നും പറയാതെ അകത്തേക്ക് കയറി. നാളെ ചില സംഭവങ്ങൾ നടക്കും, അതിൻ്റെ ഒരു ഇതിലാണ്. ആദ്യം പറഞ്ഞു കേട്ട് ആമിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം ആമിയുടെ നേരെ തിരിഞ്ഞു. അവൾക്ക് കണ്ണ് ചെമ്മിയൊന്ന് പുഞ്ചിരി സമ്മാനിച്ചിട്ട് അവൻ മുകളിലേക്ക് പോയി. പിറ്റേന്ന് മേലെ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ പവി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടെ മേലെ സന്തോഷത്തിലായി. എന്നാലും ആ ഇഷ്ടം തുറന്നു പറയാൻ എന്തോ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. പവിയോടൊന്നും ക്രിസ്റ്റിയെ അറിയിക്കരുതെന്ന് മിലി സത്യം ചെയ്യിപ്പിച്ചു. ഇന്റർവെല്ലിന് പുറത്തു നിൽക്കുമ്പോഴാണ് ഒരുപാട് പോലീസ് ജീപ്പും കാറും എല്ലാം വരുന്നത്. ആൽബി ഇറങ്ങിയൊന്ന് ചുറ്റിലും നോക്കി. പോലീസ് ബസ് വന്നു. അതിൽ നിന്ന് ഒരുപാട് പോലീസുകാർ ഇറങ്ങി. ആദ്യം വന്നപ്പോൾ തന്നെ ആൽബി എന്തോ അവനോട് പറഞ്ഞു. ആദ്യം പ്രിൻസിയെ കണ്ട് എന്തോ പറഞ്ഞു. അപ്പോഴേക്കും കുട്ടികളെല്ലാം അവിടെ ചുറ്റിലും കൂടിയിരുന്നു. ആദ്യം പ്രിൻസിയെയും കൂട്ടി നടന്നു വന്നു. മീഡിയ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. പലരും എന്തൊക്കെയോ പറയുന്ന കേട്ടു. റിപ്പോർട്ടേഴ്സ് എല്ലാം ആദ്യയുടെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവൻ 1-2 വാക്കിൽ ഉത്തരം കൊടുത്തു. ആമിയും കൂട്ടുകാരും എന്താ ഇപ്പൊ ഇവിടെ ഓർത്തു. സച്ചിൻ അവിടെ ഒന്നും കണ്ടില്ല. സൂര്യയുടെ അച്ഛനും അമ്മയും എല്ലാം വന്നിരുന്നു. പക്ഷെ സൂരജിനെ മാത്രം കണ്ടില്ല. ഒരു പോലീസ് ബസ് കൂടെ വന്ന് നിരന്നു. ആൽബി അതിന്റെ അടുത്ത് പോയി എന്തോ സംസാരിച്ചു. അല്പസമയത്തിനകം ആ ബസ്സിൽ നിന്ന് ജീവനെ പോലീസുകാർ ഇറക്കി. കയ്യിൽ വിലങ്ങും വെച്ച് തല താഴ്ത്തിയാണ് അവൻ വരുന്നത്. മീഡിയയുടെയും ഈ കോളേജിന്റെയും ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നീ പറയണം ആരാ ഇത് ചെയ്തതെന്ന്. ആദ്യ ജീവനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ ചുറ്റിലും നോക്കി. സച്ചിൻ, കൊണ്ടുപോവനെ. ജീവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും ആദ്യ വിളിച്ചു പറഞ്ഞു. പോലീസ് യൂണിഫോമിൽ സൂരജിന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന സച്ചിനെ കണ്ട് അവിടെ നിന്നവരുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. ഇനി പറ, ആരാ ചെയ്തത്? ആദ്യ ജീവന്റെ മൂക്കിൽ പഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ജീവൻ അത് തടഞ്ഞു. വേണ്ട സർ, ഞാൻ പറയാം. ജീവൻ വിലങ്ങിട്ട കൈയോട് തൊഴുതുകൊണ്ട് പറഞ്ഞു. സൂരജാണ് ചെയ്തത്. കേട്ടു നിന്നവരെല്ലാം സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി. ആമിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൂരജ് അങ്ങനെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിലും അങ്ങനെ വിചാരിച്ചെങ്കിലല്ല അത്ഭുതമുള്ളൂ. സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു സഹോദരനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. സാർ എന്തേ പറയുന്നേ? കട്ടവനെ കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ എടുക്കുന്ന ഈ പരിപാടി ഇവിടെ നടക്കില്ല. സൂരജിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. സാറിനൊക്കെ ആരെങ്കിലും പിടിച്ചിട്ട് അവനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കോളേജിൽ ഏതോ ഒരു കുട്ടി മുൻപിലേക്ക് വന്ന് പറഞ്ഞു. ആദ്യം അതിനൊന്ന് ചിരിച്ചു. കട്ടവനെ കിട്ടിയെങ്കിൽ കിട്ടിയവനെ എടുക്കുന്ന പരിപാടി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കില്ലല്ലോ മോനെ. ആദ്യം പറഞ്ഞു കേട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാം നിങ്ങളോട് ഞാൻ തെളിയിച്ചു പറഞ്ഞു തരാം. ഈ കോളേജിൽ പകുതിയിലേറെ കുട്ടികൾ ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ല. 2 വർഷത്തോളമായി അതിങ്ങനെ നടന്നു പോകുന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷേ ഇതിവിടെ എത്തിക്കുന്ന ആ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയമാണ് സച്ചിൻ കൃഷ്ണ എന്ന പോലീസ് ഓഫീസറെ ഇവിടേക്ക് അയച്ചത്. 1 കൊല്ലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. അവന്റെ സംശയത്തിന് നിഴൽ ആദ്യം ഉണ്ടായിരുന്നവൻ സൂരജ്. കോളേജിലെ കണ്ണിലുണ്ണി, ടീച്ചേഴ്സിന്റെ ഇഷ്ട വിദ്യാർത്ഥി, കൂടെ പഠിക്കുന്നവരുടെ നല്ല സുഹൃത്ത്, ജൂനിയേഴ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നല്ല ഒരു ഏട്ടൻ. അതൊക്കെ അവൻ അവിടെ ചെയ്തു കൂട്ടുമ്പോഴും ആരും കാണാത്ത അവന്റെ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു. കള്ളും കഞ്ചാവും പെണ്ണുമായി നടക്കുന്ന ഒരു സൂരജ് പ്രഭാകർ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചു. കോളേജിലെ പുറകിലെ ഗേറ്റിന്റെ അവിടെ വെച്ചാണ് മുഖം മറച്ചു വരുന്ന ഒരാൾ അത് കൈമാറും. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല അതാരാണെന്ന്. പക്ഷെ ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. അതിലൊരു വീഡിയോ പ്ലേ ആക്കി. ഒരു ബ്ലാക്ക് കാർ വന്ന് പുറകിലെ ഗേറ്റിന്റെ മുന്നിൽ നിർത്തുന്നതും ഒരു ഹൂഡിയ മുഖം കാണാതിരിക്കാൻ ഒരു ഷാൾ എടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസും. അയാൾ വന്ന് അത് അവർക്ക് കൊടുത്ത് തിരിച്ചു ആ കാറിൽ കയറിപ്പോയി. കുറച്ചകലെത്തിയപ്പോൾ ആ കാർ നിന്നു. ആൾ താമസം ഒട്ടുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അവൻ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ആ മുഖത്തെ തുണി അയച്ചു മാറ്റി. സൂരജിന്റെ മുഖം കണ്ടതും എല്ലാവരും അന്തം വിട്ടു നിന്നു. ആമിക്കാകെ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായി. മിരിയുടെ കൈകൾ അവളുടെ കൈകൾ മുറുകി. കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞു. ആദ്യം ഫോൺ പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ച് മീഡിയയും വിദ്യാർത്ഥികളെയും നോക്കി. ഇനി സൂര്യാവധ കേസിന്റെ കാര്യമാണെങ്കിൽ സച്ചിന്റെ കണ്ണ് 24 മണിക്കൂറും ഇവന്റെ പുറകെയായിരുന്നു. ഇവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ നിന്നത് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ആ ആളെ അറിയാനായിരുന്നു.
പക്ഷെ ഇവന്റെ പ്രവൃത്തി കണ്ട് നശിക്കാൻ പോകുന്നത് വേറെ പല പെൺകുട്ടികളുടെ ജീവിതമാണെന്ന് അറിയുന്നത് കൊണ്ട് ഈ അറസ്റ്റ് നേരത്തെ ആക്കിയത്. ആദിയുടെ കണ്ണുകൾ ആമിയിലേക്ക് പതിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സൂര്യ മരിച്ചു കിടക്കുമ്പോൾ സൂര്യന്റെ ഭാഗത്ത് നിന്ന് ഒരു കരച്ചിലോ സങ്കടമോ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവന്റെ ഭാവം. സച്ചിന്റെ മുകളിലെ ക്ലാസ് മുറിയിൽ പോകുമ്പോഴാണ് ജീവന്റെയും കൂട്ടുകാരുടെയും സംസാരം കേൾക്കുന്നത്. സച്ചിന്റെ ഓർമ്മകൾ ആ ദിവസങ്ങളിലേക്ക് നീങ്ങി. സൂര്യയുടെ ബോഡിയും ചുറ്റിലും പോലീസ് വിദ്യാർത്ഥികളും കൂടി നിൽക്കുമ്പോൾ അവന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തകൾ വന്നു. ആ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവൻ പഴയതെന്തോ ഓർമ്മ വന്നു. സച്ചിൻ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ആരുടെയൊക്കെയോ സംസാരം കേട്ടു. സച്ചിൻ അതിനെ കാതോർത്തു. ജീവനകത്തിരുന്ന് മറ്റു രണ്ടുപേരോട് കാര്യമായ എന്തോ ചർച്ചയിലാണ്. നീ എന്തേ പറയുന്നേ? സൂരജ് അവളെ കൊന്നു. അവന്റെ സ്വന്തം പെങ്ങളല്ലേ, അവൻ അങ്ങനെയൊക്കെ ചെയ്യൂ? ജീവന്റെ ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അവൻ നല്ല ഫിറ്റായിരുന്നു. വീട്ടിൽ കൊണ്ട് കിടത്തിയതൊന്നും അറിഞ്ഞില്ല. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒന്നും ഇല്ല. അവന്റെ പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് അവൻ ഏതോ പെണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചോദ്യം ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുത്താണ്. അവളാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, വന്നോളും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി സൂര്യ അവന്റെ മുറിയിൽ എന്തോ ആവശ്യത്തിന് ചെന്നതായിരുന്നു. അവന്റെ സ്വഭാവം അറിയാലോ, അടിച്ചു കയറ്റി തുടങ്ങിയാൽ അത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ആ ബോധമില്ലാത്ത നേരത്ത് അവൻ അവളെ ജീവൻ പറയാൻ മടിച്ചു നിർത്തി. ഇത് പുലർച്ചെ സമയത്താണ് അവൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും അവള് പോയിരുന്നു. പിന്നെ ഇവിടെ കൊണ്ടിട്ടാ മതിയെന്നാണ് പറഞ്ഞത്. ജീവൻ പറഞ്ഞു കേട്ട് ഒരു വാതിലിനപ്പുറം നിൽക്കുന്ന സച്ചിന്റെ കൈ തരിച്ചു. പക്ഷെ അവൻ ക്ഷമ കൈവരിഞ്ഞ് ഒന്നും മിണ്ടാതെ തിരികെ പോന്നു. അപ്പോഴേക്കും ബോഡിയും കൊണ്ട് എല്ലാവരും പോയിരുന്നു. ആദ്യം തിരക്കിലാവുമെന്ന് കരുതി അവൻ വിളിച്ചില്ല. സന്ധ്യയ്ക്ക് ശേഷം അവൻ ആദ്യം വിളിച്ചപ്പോൾ വീട്ടിലാണെന്ന് പറഞ്ഞു. ഹലോ, പറയടാ ആദ്യേട്ടാ. ഞാൻ എപ്പോഴും വിളിക്കണമെന്ന് കരുതിയതാ, പക്ഷെ ഒന്ന് ഫ്രീ ആയിട്ട് എന്ന് കരുതി. സച്ചി എന്ന് കേട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആണോ? നാളെ അവന് എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവാ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഞാൻ കൊണ്ടുവരാം. ക്രിസ്റ്റിയോട് നീ ഇതൊന്ന് പറ. ഞാനിവിടെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആദ്യം ആമിയെ നോക്കി. എന്തോ ആമി കരച്ചിലാണോ? അതെ, കരച്ചിൽ തന്നെയാണ്. അതില്ലാതെ നിൽക്കില്ലല്ലോ. അവരെ സ്നേഹം ഞാൻ കണ്ടതല്ലേ. വെച്ചോ. എന്നിട്ട് ക്രിസ്റ്റിയെ വിളിച്ച് പറ. എന്ത് കിട്ടിയാലും അപ്പോൾ പറയിക്കണം എന്നെ. ശരിയേട്ടാ, വിളിച്ചിട്ട് പറയാം. ഓക്കെ. സച്ചിൻ ഫോൺ കട്ട് ചെയ്ത് ഇരുട്ടിലേക്ക് മിഴിപ്പായിച്ചു. ആദ്യം എല്ലാവരോടും സച്ചിൻ കേട്ട കാര്യങ്ങൾ പറഞ്ഞു. സൂര്യയുടെ അമ്മയുടെ കരച്ചിലിന്റെ ശബ്ദമേറി അച്ഛന്റെ നെഞ്ചിലേക്ക് വീണ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല അയാൾക്ക്. മകന്റെ സ്വഭാവം ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ജന്മം നൽകിയ ഹൃദയങ്ങൾ എങ്ങനെ സഹിക്കും? തെളിവ് ഇതൊന്നും മതിയല്ലെങ്കിൽ ഇത് ഫോറൻസിക് റിപ്പോർട്ടാണ്. സൂര്യയുടെ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് കിട്ടിയ നഖം സൂരജിൻ്റെതാണുള്ളതിന്റെ റിപ്പോർട്ട്. ആദ്യം അവന്റെ കയ്യിലൊരു പേപ്പർ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും സത്യമെന്ന് പറയാൻ കഴിയുമോ സൂരജ്? ആദ്യം അവന്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സൂരജ് തല താഴ്ത്തി. പറയടാ. അവന്റെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും കിട്ടാതെ കണ്ടപ്പോൾ ആദ്യം ഗർജിച്ചു. ഞാൻ സൂര്യയെ അറിഞ്ഞോട്ട് ചെയ്തതല്ല. ഞാൻ മറ്റാരങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സമ്മതം ചോദിച്ചുകൊണ്ടാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ അവസ്ഥ എന്തോ അവൻ പറഞ്ഞു മുഴുവനാക്കിയതിനു മുമ്പ് സച്ചിന്റെ കൈകൾ അവന്റെ കവിളിൽ പതിഞ്ഞു. ഒന്ന് പുറകോട്ട് വീഴാൻ പോയെങ്കിലും സച്ചിൻ അവന്റെ കോളറിൽ പിടിച്ച് അവന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. സച്ചിന്റെ കണ്ണുകൾ തീയാളുന്നുണ്ടായിരുന്നു. പന്നം മോനെ, എന്താണ് നീ പറഞ്ഞ്? നീ മറ്റൊരു പണി ഒന്നും ചെയ്തിട്ടില്ലെന്നോ? അപ്പൊ എന്റെ പെങ്ങളുട്ടി നീ പൂവിട്ട് പൂച്ചതായിരുന്നു. സച്ചിന്റെ കൈകൾ അവന്റെ കോളറിൽ മുറുകി. കണ്ണുകൾ അവനെ ചുട്ടരിക്കാനുള്ള കോപമുണ്ടായിരുന്നു.